മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. നാട്ടുകാരുടെ ഏറെക്കാലത്തെ മുറവിളിക്ക് ആശ്വാസമായി ചാലോട് ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഒരുങ്ങുന്നു. 4 റോഡ് ജംഗ്ഷനിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നൽ സംവിധാനമാണ് ഒരുങ്ങുന്നത്. വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത ടൗണായ ചാലോടിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് ജംഗ്ഷനിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നൽ സംവിധാനമാണ് ഒരുങ്ങുന്നത്. കണ്ണൂർ, മട്ടന്നൂർ, ഇരിക്കൂർ, തലശ്ശേരി റോഡുകൾ കൂടിച്ചേരുന്ന ജംഗ്ഷനിൽ വാഹനാപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവാണ്. വാഹനാപകടങ്ങളും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ പരാതികൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവിടെ വെച്ച് അപകടത്തിൽപ്പെട്ട് നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ട്രാഫിക് സിഗ്നൽ സംവിധാനം വരുന്നതോടുകൂടി ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ഒരു വിഭാഗം പറയുമ്പോഴും താരതമ്യേന വീതി കുറഞ്ഞ റോഡായതിനാൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം വേണ്ടത്ര പ്രയോജനം ചെയ്യില്ലെന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. ചാലോടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് സിഗ്നൽ ലൈറ്റ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് പ്രാവർത്തികമാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് റോഡ് വീതി കുറവ്. കാരണം ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ ഒരു ഫ്രീ ലെഫ്റ്റ് പോകാനുള്ള സൗകര്യമില്ല. അതേ അവസരത്തിൽ രണ്ട് ദിശയിലേക്കുള്ള വണ്ടി ലൈനായിട്ട് വരുമ്പോൾ വ്യാപാരികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട്. കൈവേലി കെട്ടി കാര്യം കണ്ട ഒരു 2 വീലർ പോലും നിർത്തിയിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. റോഡ് വീതി ഇല്ലാത്തത്തോളം കാരണം സിഗ്നൽ ലൈറ്റ് പ്രാവർത്തികമല്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡ്രൈവർമാർക്ക് സിഗ്നലിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചും നല്ല ബോധവൽക്കരണം വേണം. കാരണം ലൈന്, സ്റ്റോപ്പ് ലൈന്, സീബ്ര ക്രോസിങ്. ഇപ്പോൾ സീബ്ര ക്രോസിങ് കാണുമ്പോൾ തന്നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോക്കാണ്. അപ്പോൾ സ്റ്റോപ്പ് ലൈന് കണക്കായിട്ട് വണ്ടി നിർത്തണം, എന്നിട്ട് മൂവാക്കണം. അല്ലാതെ വണ്ടി കടത്തി നിർത്തി 2 വീലർകാർ മുന്നോട്ട് കടത്തി നിർത്തും. അപ്പോൾ അത് കാണുമ്പോൾ ഓട്ടോറിക്ഷക്കാർ അതിന് മുന്നിൽ കടത്തി നിർത്തും. ഇങ്ങനെയായിട്ടാണ് ട്രാഫിക് ജാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിൽ കർശനമായിട്ട് പാലിച്ചാൽ കുറച്ചെങ്കിലും മുന്നോട്ട് പോവാം. തൽക്കാലം ഇപ്പം ഹോം ഗാർഡിൻ്റെ പണി കുറച്ച് ചുരുങ്ങി എന്നല്ലാണ്ട് ഇത് പ്രാവർത്തികമാകണ്ടെങ്കിൽ റോഡ് വീതി വേണം. അല്ലാതെ ഇത് പ്രാവർത്തികമാകുന്ന യാതൊരു ലക്ഷണം എനിക്ക് തോന്നുന്നില്ല. ട്രാഫിക് നിയന്ത്രണത്തിനെ പറ്റി, സിഗ്നൽ ലൈറ്റ് വരുന്നതിനെ പറ്റി അത് നല്ലോണം വിജയിക്കും. പക്ഷേങ്കിൽ റോഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയാണ്. റോഡ് വളരെ വീതി കുറവും, കൈത്താങ്ങിയും കൂടി വന്നു നോക്കുമ്പോൾ വളരെ വീതി കുറവാണ്. പിന്നെ അതുമാത്രമല്ല, ആയിലോ കൂടി ഒരു പീടികയിൽ പോയി ഒരു സാധനം വാങ്ങാനോ ഒരു ഭക്ഷണം വാങ്ങാനോ ഹോട്ടലിൽ പോകാനോ ഒന്നും കഴിയില്ല. ഇനിയിപ്പം സിഗ്നൽ വന്നാൽ 2 ലൈനിൽ പോകുമ്പോൾ വേണം, 1 ലൈനിൽ വരുമ്പോൾ വേണം. അങ്ങനെയുള്ള ഒരു വിഷമങ്ങളുണ്ട്. പിന്നെ ഇതിനകത്തിപ്പോൾ മെച്ചം കാണുന്നതെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പണി ഉറക്കി കിട്ടും. അത്ര വലിയ കഷ്ടപ്പാടില്ലാത്ത രീതിയിൽ ഇനി മുമ്പോട്ട് പോകും. പോലീസുകാർക്ക് തീരെ പണിയുണ്ടാവില്ല, ഒന്നും പണിയുണ്ടാവില്ല. സിഗ്നൽ ലൈറ്റ് എത്തുമ്പോൾ പോകും വരും ചെയ്യുമല്ലോ. ന്യൂസ് ബ്യൂറോ, ചാലോട്. പവിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.